നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ടാണ് കോട്ടയത്ത് തിരുവാതിക്കൽ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നത്. അവിടെ ഒരു വ്യവസായിയും ഭാര്യയും അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ ചില വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പങ്കുവെക്കുകയാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിലെ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പ്രചരിക്കുന്നു. കോട്ടയം തിരുവാതിക്കലിൽ വ്യവസായിയുടെയും ഭാര്യയുടെയും മരണം കൊലപാതകമാണ് എന്ന് ഇന്ന് രാവിലെ തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. തിരുവാതിക്കൽ സ്വദേശികളായ വിജയകുമാർ, മീര എന്നിവരാണ് മരിച്ചത്. വീട്ടിലെ ജോലിക്കാരി അതിരാവിലെ എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ ഉണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് പ്രതികരിച്ചു. അതേസമയം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉടമയാണ് മരിച്ച വിജയകുമാർ. വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത്. വീടിനുള്ളിലും പരിസരത്തും പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരുന്ന സാഹചര്യമാണ്. ജോലിക്കാരി നൽകിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നിലവിൽ പോലീസിന്റെ കയ്യിലുള്ളൂ. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പ്രതി എന്ന് പോലീസിന് ഒരു പ്രാഥമികമായ വിവരം ലഭിച്ചു എന്ന ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് കരുതുന്നത് എന്നും ചില സൂചനകളുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ വരുന്നു. അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന സൂചന വരുമ്പോഴും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല.